വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത നടപടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ അപ്പോയിന്റ്മെന്റുകൾ അദ്ദേഹം മരവിപ്പിച്ചു. വിദ്യാർത്ഥികൾ ക്ലാസ് കട്ട് ചെയ്താൽ വിസ റദ്ദാകും എന്ന തീരുമാനം കൂടി വന്നിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും ഇനി ക്ലാസ്സിൽ നിന്ന് ലീവ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ വിസ റദ്ദാകുമെന്ന സാഹചര്യമൊക്കെ വരുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രപതി ചെയ്യേണ്ടതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഗുഡ് മോർണിംഗ് SKN. ഈ അമേരിക്കയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് ഈ അമേരിക്കൻ ഭരണകൂടത്തെ, അത് ട്രംപ് ഭരണകൂടത്തിന് മുമ്പ് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസയും അതിനായുള്ള ഇന്റർവ്യൂകളും ഒക്കെ നിർത്തിവെക്കുവാൻ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ലോകമെമ്പാടുമുള്ള US എംബസികൾക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഈ വിസയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്യുന്നതിനും അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപാടുകളിലൊക്കെ വിശദമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അത് വരുന്നിടം വരെയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയവർക്ക് ഇത് ബാധകമല്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ ക്യാമ്പസുകളിലെ ജൂതവിരുദ്ധതയെ ചെറുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ പാലസ്തീന അനുകൂല ആക്ടിവിസ്റ്റ് വിദ്യാർത്ഥികൾക്കുള്ള നിരവധി വിസകൾ നേരത്തെ SKN സൂചിപ്പിച്ച പോലെ ട്രംപ് ഭരണകൂടം സമീപകാലങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തേക്ക് ആരൊക്കെയാണ് വരുന്നതെന്ന് പരിശോധിക്കുവാൻ ഒരു സംവിധാനം നിലവിൽ വരേണ്ടത് വളരെ ഗൗരവമുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണെന്നാണ് ഇന്ന് ഇതേപ്പറ്റി ഈ സ്റ്റുഡന്റ് വിസകളെ പറ്റിയൊക്കെ പ്രത്യേകം എടുത്തു ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് ടാമി ബ്രൂസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. SKN, അമേരിക്കയിൽ വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യക്കാർക്കും അതുപോലെ മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും ട്രംപ് ഭരണകൂടത്തിന്റെ മറ്റൊരു മുന്നറിയിപ്പ് ഇന്നലെ എല്ലാ എംബസികളിലും വന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി മുൻകൂട്ടി അറിയിക്കാതെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പതിവായി ക്ലാസുകൾ കട്ട് ചെയ്താൽ അയാളുടെ F1 അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ഉടനടി റദ്ദാക്കാമെന്ന് US ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യയിലെ US എംബസിയാണ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. ഭാവിയിൽ ഇവർക്ക് US വിസ ലഭിക്കില്ല, അതുപോലെ വിസയുടെ നിബന്ധനകളും വ്യവസ്ഥകളും എല്ലായ്പ്പോഴും പാലിച്ചിരിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. SKN, US എംബസിയുടെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ ഏതാണ്ട് 25% മുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്ന് ഓർക്കണം. ഏറ്റവും ഒടുവിലെ കണക്കുകൾ അനുസരിച്ച് 35% വർധനവ് പ്രതിവർഷം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ചൈനീസ് വിദ്യാർത്ഥികളായിരുന്നു, ഇപ്പോഴത് ഇന്ത്യൻ വിദ്യാർത്ഥികളായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും അതുപോലെ ക്ലാസ് കട്ട് ചെയ്യുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ അമേരിക്കൻ വിരുദ്ധ സമീപനം എടുക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ അനുവദിച്ച വിസയിൽ നിഷ്കർഷിച്ചതിൽ വ്യതിചലിക്കുകയാണെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. SKN.